സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. 2014 ജൂലൈ 8 ബെലാ ഹൊറിസോണ്ടയിലെ മിനെയ്റോ സ്റ്റേഡിയത്തിൽ ബ്രസീൽ ആരാധകർ നെഞ്ചുപൊട്ടിക്കരഞ്ഞു. കൺമുന്നിൽ കണ്ടത് എന്തെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. സ്വന്തം മണ്ണിൽ ലോകകപ്പ് സെമി ഫൈനലിൽ ബ്രസീലിന്റെ വലയിലേക്ക് പാഞ്ഞു കയറിയത് 1-2 7 ഗോളുകളായിരുന്നു. 2 നാളുകൾക്കപ്പുറം മറാക്കാനയിൽ ഫൈനൽ കളിച്ച് സ്വന്തം രാജ്യത്തിന്റെ മഞ്ഞക്കുപ്പായക്കാർ ആ വിശ്വകിരീടം 6ാം തവണയും ഏറ്റുവാങ്ങാൻ കാത്തിരുന്നവർക്ക് അതൊരു വെള്ളിടിയായിരുന്നു. ഓരോ ബ്രസീൽ ആരാധകനും മനസ്സിൽ നിന്നും എന്നേക്കുമായി മായ്ച്ചു കളയാൻ ആഗ്രഹിക്കുന്ന രാത്രിയാണത്. ഫുട്ബോൾ ലോകം അതിനെ മിനെയ്റോ ദുരന്തമെന്ന് വിളിച്ചു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആഘാതകരമായ തകർച്ചകളിലൊന്നായിരുന്നു ആ മത്സരം. ജർമ്മനി കൂടുതൽ ശക്തമായ ടീമായിരുന്നു. പരിക്കേറ്റ നെയ്മർ മടങ്ങിയതിൻ്റെ പ്രതിസന്ധി, തിയാഗോ സിൽവയുടെ അഭാവം, ബ്രസീൽ താരങ്ങൾ അതിവൈകാരികതയിൽ ആയിരുന്നു. മത്സരത്തിന് മുൻപ് ദേശീയഗാനം മുഴങ്ങുമ്പോൾ നെയ്മറിന്റെ ജേഴ്സി ഉയർത്തിപ്പിടിച്ചു നിന്ന ഡേവിഡ് ലൂയിസ് അത് വിളിച്ചു പറഞ്ഞു. പക്ഷേ വികാരം വിനയായി മാറി. കളിയുടെ 11ാം മിനിറ്റിൽ ബ്രസീൽ ആരാധകരാൽ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി ജർമ്മനിയുടെ ആദ്യ വെടിപൊട്ടി. ടോണി ക്രൂസ് എടുത്ത കോർണർ കിക്ക് ബ്രസീൽ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന മുള്ളർ വോളിയിലൂടെ വലയിലാക്കി. സാധാരണമെന്നും തിരിച്ചടി ഉടനുണ്ടാകുമെന്നും കാനറികൾ വിശ്വസിച്ചു. 23ാം മിനിറ്റിൽ 2ാം ഗോൾ. പെനാൽറ്റി ബോക്സിനുള്ളിൽ ടോണി ക്രൂസും മുള്ളറും ചേർന്ന് നടത്തിയ നീക്കത്തിനൊടുവിൽ മിറാസവ് ക്ലോസയുടെ ഷോട്ട്. ബ്രസീൽ ഗോൾ കീപ്പർ ജൂലിയസ് സെസാറൽ തടഞ്ഞുവെങ്കിലും റീബൗണ്ടിൽ ക്ലോസെ തന്നെ പന്ത് വലയിലെത്തിച്ചു. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് ക്ലോസെ സ്വന്തമാക്കുകയും ചെയ്തു. 3ാം ഗോൾ തൊട്ടടുത്ത മിനിറ്റിൽ വീണു. ഫിലിപ്പ് ലാമിന്റെ ക്രോസ് ബോക്സിലേക്ക് എത്തിയപ്പോൾ മുള്ളർക്ക് കണക്ട് ചെയ്യാനായില്ല. തൊട്ടുപിന്നാലെ ഓടിയെത്തിയ ക്രൂസ് ഇടങ്കാലൻ ഷോട്ടിലൂടെ പന്ത് വലയുടെ ഇടത് കോണിലേക്ക് അടിച്ചു കയറ്റി. ലൈവായി റീപ്ലേ കാണുകയാണോ എന്ന് സ്റ്റേഡിയത്തിലുള്ളവർ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു. അവരുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. വെറും 2 മിനിറ്റ് കൂടി. വീണ്ടും ടോണി ക്രൂസിന്റെ വക. 3ാം ഗോളിന്റെ ഞെട്ടൽ മാറും മുൻപ് ബ്രസീൽ താരം ഫെർണാണ്ടിനോയിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത സമീ ഖദീര അത് ക്രൂസിന് കൈമാറി. പന്ത് വലയിലെത്താൻ അധികം ബുദ്ധിമുട്ടിയില്ല. 5 മിനിറ്റ് കൂടി. കളിയുടെ 29ാം മിനിറ്റ്. ബ്രസീൽ പ്രതിരോധത്തെ പൂർണ്ണമായും കാഴ്ചക്കാരാക്കി ജർമ്മൻ താരങ്ങൾ ബോക്സിനുള്ളിൽ പാസുകൾ കൈമാറി കാനറികളെ പരിഹസിച്ചു. ഒടുവിൽ മെസ്യൂട്ടോസിൽ നൽകിയ അസിസ്റ്റിൽ നിന്ന് ഖദീരയുടെ വക ജർമ്മനിക്ക് 5ാം ഗോൾ. 18 മിനിറ്റിനിടയിൽ ബ്രസീൽ വല കുലുങ്ങിയത് 5 തവണ. കണ്ണുകൾ ഇറുക്കിയടച്ചും അലറിക്കരഞ്ഞും ഗ്യാലറിയിലെ ബ്രസീലുകാർ നിമിഷങ്ങൾ എണ്ണി. ഒരു തിരിച്ചുവരവ് പോലും അവർക്ക് ചിന്തിക്കാനാകാത്ത തരത്തിലെ പ്രഹരം. അവർ മനസ്സിലാക്കി, ഒരിക്കൽ കൂടി ആ വിലപ്പെട്ട കിരീടം തങ്ങളെ അകന്ന് പോവുകയാണെന്ന്. ബ്രസീൽ ദേശീയ ടീമിന്റെ ഏറ്റവും പ്രശസ്തനായ ആരാധകനായിരുന്നു ക്ലോവിസ് അക്കോസ്റ്റ ഫെർണാണ്ടസ്. 7 ലോകകപ്പുകളിലായി 150-ലധികം മത്സരങ്ങളിൽ ആ വയോധികൻ ബ്രസീലിനെ നേരിട്ട് മത്സരവേദിയിലെത്തി പിന്തുണച്ചിട്ടുണ്ട്. ബ്രസീലിന്റെ പതനം സഹിക്കാനാകാതെ കയ്യിലുള്ള ലോകകപ്പ് മാതൃക നെഞ്ചോട് ചേർത്ത് വെച്ച് വിങ്ങിപ്പൊട്ടിയ ഫെർണാണ്ടസിനെ ബ്രസീലിലെ ഏറ്റവും സങ്കടമുള്ള മനുഷ്യനെന്നാണ് മറ്റുള്ളവർ വിശേഷിപ്പിച്ചത്. മത്സരം തോറ്റതിന് ശേഷം അദ്ദേഹം ഒട്ടും പ്രകോപിതനാകാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോകകപ്പ് ട്രോഫിയുടെ മാതൃക ഒരു ജർമ്മൻ ആരാധകന് സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഫൈനലിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് വിഷമമുണ്ട്, എങ്കിലും നിങ്ങൾ ഇത് അർഹിക്കുന്നു. പിന്നീട് 1 വർഷം കൂടിയേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. 5 അടിച്ച് ആദ്യ പകുതി അവസാനിപ്പിച്ച് ജർമ്മനിക്കാർ 2ാം പകുതിയിൽ പകരക്കാരനായി ഇറങ്ങിയ ആന്ദ്രേ ഷുർലയുടെ ഇരട്ട ഗോളിലൂടെ ആകെ ഗോൾ നേട്ടം 7 ഉയർത്തി. ബ്രസീലിന്റെ ആശ്വാസ ഗോൾ 90ാം മിനിറ്റിലായിരുന്നു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ സെന്റർ ലൈനിൽ നിന്ന് ലഭിച്ച ലോങ് പാസുമായി മുന്നേറിയ ഓസ്കർ ജർമ്മൻ പ്രതിരോധ താരം ബോആറ്റങ്ങിനെ വെട്ടിച്ച് ഗോൾ കീപ്പർ മാനുവൽ നോയറെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. ഏക ആശ്വാസം. ഈ കളി തോറ്റതിന് എല്ലാത്തരം മാനസികവും വൈകാരികമായ കാരണങ്ങളുണ്ട്. സ്കൊളാരി ബ്രസീലിന് വിജയിക്കാനുള്ള ഒരുക്കമല്ല നടത്തിയത് എന്ന വിമർശനം ശക്തമായി. 4-2-3-1 എന്ന ഫോർമേഷനിലായിരുന്നു ബ്രസീൽ കളി തുടങ്ങിയത്. സിൽവയ്ക്ക് പകരം ഡാൻഡയും നെയ്മറിന് പകരം ബെർണാഡോയുടെയും മാറ്റങ്ങൾക്ക് ഫലം ഉണ്ടായില്ല. പ്രതിരോധ നിരയുടെ പൂർണ്ണമായ തകർച്ചയും ഗോൾ വീണതോടെയുള്ള മാനസിക സമ്മർദ്ദവുമായിരുന്നു അവരെ ഇത്ര വലിയ പതനത്തിലേക്ക് നയിച്ചത്. ആദ്യ ഗോൾ വീണതോടെ തന്നെ അവർ പരിഭ്രാന്തരായി. ടോണി ക്രൂസ്, മിറാസവ് ക്ലോസെ, സമീ ഖദീര എന്നിവരടങ്ങുന്ന ജർമ്മൻ മധ്യനിരയും മുന്നേറ്റനിരയും ബ്രസീലിന്റെ ഓരോ പിഴവും കൃത്യമായി മുതലെടുത്തു. ടൂർണമെന്റിൽ ജർമ്മനി 4-3-3 എന്ന സ്റ്റാർട്ടിംഗ് ആക്രമണാത്മക ഫോർമേഷനിൽ കളിച്ചത് അത് 2ാം തവണ മാത്രമായിരുന്നു. തോൽവി ബ്രസീലിനെ ഉലച്ചു കളഞ്ഞു. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ലാൻസ് തങ്ങളുടെ വെബ്സൈറ്റിന്റെ ഹോം പേജ് പൂർണ്ണമായും കറുപ്പ് നിറത്തിലാക്കി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടെന്നായിരുന്നു ഫോൾഹ ദിനപത്രത്തിന്റെ തലക്കെട്ട്. 1950-ലെ മറാക്കാനാസോ ദുരന്തത്തെക്കാൾ വലുതാണതെന്ന് അവർ വിലയിരുത്തി. നാണക്കേട്, നിരാശ, അപമാനം എന്നീ വാക്കുകളോടെ കളിക്കാർക്ക് റേറ്റിംഗിൽ 0 നൽകിയാണ് ഓ ഗ്ലോബോ പത്രം വാർത്ത പ്രസിദ്ധീകരിച്ചത്.
ഫ്രാൻസിലെ ലാ എക്യുപ്പെ അപമാനം എന്ന ഒറ്റ വരിയിൽ തീവ്രത വെളിപ്പെടുത്തി. ട്വിറ്റർ അതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചർച്ച ചെയ്ത കായിക മത്സരമായി അത് മാറുകയും ചെയ്തു. 2014 ആ ഭീകര തോൽവിക്ക് ശേഷം ബ്രസീൽ 2 ലോകകപ്പുകൾ കൂടി കളിച്ചു. റഷ്യയിലും ഖത്തറിലും കാനറികൾ ക്വാർട്ടറിൽ ഇടറി വീണു. ബെൽജിയവും ക്രൊയേഷ്യയുമായിരുന്നു എതിരാളികൾ. 5 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകളാണ് ബ്രസീൽ പിന്നീട് കളിച്ചത്. 2015 ക്വാർട്ടറിൽ, 2016 ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ മടങ്ങി. 2019 അവർ പെറുവിനെ തോൽപ്പിച്ച് കിരീടമുയർത്തി. 2021 വീണ്ടും അർജന്റീനയോട് ഫൈനലിൽ തോറ്റ് റണ്ണേഴ്സ് അപ്പായി. 2 വർഷം മുൻപ് കോപ്പയിൽ ക്വാർട്ടറിൽ ഉറുഗ്വേയോട് ഷൂട്ടൗട്ടിൽ തോറ്റു. ഖത്തറിൽ ബ്രസീൽ ടീം കപ്പടിക്കാൻ ശേഷിയുള്ള ടീം തന്നെയായിരുന്നു. 2019 കോപ്പ അമേരിക്ക നേട്ടം അവരുടെ തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകി. കോപ്പ നേടിയ ടീമിലെ 11 പേർ ഖത്തറിൽ കളിച്ചത് അവരുടെ നീക്കങ്ങളിൽ പ്രതിഫലിച്ചു. നെയ്മറിൻ്റെ അഭാവത്തിലായിരുന്നു കോപ്പ കിരീട നേട്ടമെന്നും ഓർക്കുക. അന്ന് കോപ്പ നേടിയ ടീമിലെ 8 പേർ ഇത്തവണയും ലോകകപ്പിൻ്റെ ടീമിലുണ്ട്. ഗോളി അലിസൺ ബക്കർ, പ്രതിരോധം കാക്കാൻ മാർക്കിഞ്ഞോസ്, അലക്സാൻഡ്രോ എന്നിവർ, മധ്യനിരയിൽ കളിമെനയാൻ കാസമെറോ, ഫാബിഞ്ഞോ, ലൂക്കാസ് പക്വേറ്റ എന്നിവർ, ഫിനിഷർമാരായി റിച്ചാലിസണും വില്ലിയനും, കൂട്ടിന് അന്ന് കളിക്കാതിരുന്ന സാക്ഷാൽ നെയ്മറും. അവർക്കിത് പലതും തെളിയിക്കാനുള്ള ലോകകപ്പാണ്. വർഷം 12 കഴിഞ്ഞിരിക്കുന്നു. ഒരു വ്യാഴവട്ടത്തിനൊടുവിൽ ബ്രസീൽ അമേരിക്കയിൽ മറ്റൊരു ലോകകപ്പിന് പോയിറങ്ങുകയാണ്. കഴിഞ്ഞ തവണ ഇതേ മണ്ണിൽ നടന്ന ലോകകപ്പിൽ കിരീടമുയർത്തിയതിൻ്റെ ഓർമ്മകൾ അവരെ നയിക്കുന്നുണ്ട്. 24 വർഷമായി ആ സുവർണ സ്തൂപം കയ്യിലേന്തിയിട്ട്. 5 കിരീടങ്ങളുടെ മേനി പറഞ്ഞവർ, മറ്റുള്ളവരെ അതിൻ്റെ പേരിൽ കളിയാക്കിയവർ ഇപ്പോൾ മൗനത്തിലാണ്. 2014 ആ 7 ഗോളുകളുടെ പ്രഹരത്തിൽ നിന്ന് അവർക്ക് ഉയർന്നു പറക്കാൻ കോപ്പ കിരീടം മാത്രം പോരാ. ആ നശിച്ച ദിനത്തിൻ്റെ ഓർമ്മകൾ എന്നേക്കുമായി മറക്കാൻ അവർക്കൊരു ലോക കിരീടം തന്നെ വേണം. അല്ലാത്ത കാലത്തോളം പരിഹാസത്തിൻ്റെ ശരവേഗമുള്ള ബൂമറാങ്ങായി ജർമ്മനിയുടെ 7 വെടിയുണ്ടകൾ അവരെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും.